നമുക്ക് വളരെ വേഗത്തിൽ തിരുവനന്തപുരത്തേക്ക് പോകാം. തിരുവനന്തപുരത്ത് നൗഫൽ മഴയുടെ വിവരങ്ങൾ പറയാനായി കാത്തു നിൽക്കുന്നുണ്ട്. രാവിലെ തിരുവനന്തപുരത്ത് നഗരത്തിൽ മഴ ചെറിയ തോതിൽ കുറഞ്ഞാണ് നിൽക്കുന്നത്. പക്ഷേ രാത്രിയിലൊക്കെ നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. നൗഫൽ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ മഴ പെയ്യുന്നില്ല, പക്ഷേ രാത്രിയിലൊക്കെ നല്ല മഴയുണ്ടായിരുന്നു നഗരത്തിൽ. നഗരത്തിന് പുറത്തുള്ള ഇടങ്ങളിലൊക്കെ എന്താണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം? മനു, ഗുഡ് മോർണിംഗ്. തിരുവനന്തപുരം നഗരത്ത് നാം ഇപ്പോൾ ഉള്ളത് തന്നെ പഴവങ്ങാടിയിലാണ്. രാവിലെ മനു പറഞ്ഞതുപോലെ തന്നെ ഒരു പ്രഭാതം ഈ വെയിലിൻ്റെ ഒരു പശ്ചാത്തലമാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. എന്തായാലും തെക്കൻ കേരളത്തിൽ, പ്രത്യേകിച്ച് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ യാതൊരു മഴ മുന്നറിയിപ്പും ജാഗ്രതാ നിർദ്ദേശങ്ങളും തന്നെ നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ്. മലബാറിനെ അപേക്ഷിച്ച് തെക്കൻ കേരളത്തിൽ മഴ അത്ര തന്നെ എത്തിയിട്ടില്ല. എങ്കിലും മഴക്കാലപൂർവ്വ എല്ലാ ഇതും നടക്കുന്നുണ്ട്. ഇന്നലെയും രാത്രി മനു പറഞ്ഞതുപോലെ തന്നെ അതിശക്തമായ മഴ തന്നെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. തലസ്ഥാന ജില്ലയെ ഈ മഴയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നേരിടുന്നൊരു പ്രധാന പ്രശ്നമെന്ന് പറയുന്നത് മാലിന്യ പ്രശ്നം തന്നെയാണ്. ഇന്നലെയും നാം പറഞ്ഞതാണ്. ഇന്നലെയും കൈരളിയത്തിൻ്റെ പുറകെ തന്നെ ഉണ്ടായിരുന്നു. മരപ്പാലം, പാലത്തിൻ്റെ അടിയിലും അതുപോലെ തന്നെ ആമഴിച്ചാന്തോടുമായും ഒക്കെ ബന്ധപ്പെട്ട് ഇത് നമ്മൾ ഇന്നലെയും അതിൻ്റെ പുറകെ തന്നെ ഉണ്ടായിരുന്നു. അഥവാ ഈ ചെറിയ മഴ പോലും ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ഈ വെള്ളത്തിൽ വേസ്റ്റുകൾ അടിഞ്ഞുകൂടുകയും വെള്ളത്തിൻ്റെ ഒഴുക്ക് നിലയ്ക്കുകയും ആ പ്രദേശങ്ങളാകെ തന്നെ ദുർഗന്ധത്തിലേക്ക് പോകുന്ന ഒരു സ്ഥിതിയാണ് തലസ്ഥാനത്ത്. പ്രത്യേകിച്ച് നാം തന്നെ ഇന്നത് അതിൻ്റെ ഏതാനും ദൃശ്യങ്ങൾ കുറച്ചുകൂടി കഴിയുമ്പോൾ നമുക്ക് പ്രേക്ഷകർക്ക് അത് കാണാൻ വേണ്ടി സാധിക്കുമെന്നാണ് കരുതുന്നത്. അതായത് വലിയ ദുർഗന്ധവും ഈ ആറ്റിലും അല്ലെങ്കിൽ ഈ പറയുന്ന തോടുകളിലുമുള്ള വേസ്റ്റുകൾ ആൾക്കാർ നടക്കുന്ന നടവഴികളിൽ തിരുവനന്തപുരത്തിൻ്റെ പല ഭാഗങ്ങളിലും നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട് എന്നൊരു വലിയ പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. അധികൃതരുടെ ഭാഗത്തു നിന്ന് യാതൊരു വിധത്തിലുള്ള ഒരു തിരിഞ്ഞുനോട്ടവും അക്കാര്യത്തിൽ ഉണ്ടാകുന്നില്ല. മാത്രമല്ല, ഇപ്പോൾ തന്നെ വരുന്ന മറ്റൊരു ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം, പനി ബാധിതരുടെ എണ്ണത്തിൽ ഈ മഴക്കാലത്ത് വലിയ രീതിയിൽ വർധനവുണ്ടാകുന്നു. ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളിലായി 11,000 പേരാണ് പനി ബാധിതരായി ചികിത്സ തേടിയിട്ടുള്ളത്. അതിൽ തന്നെയും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ശിഖല്ല രോഗം സംസ്ഥാനത്ത് നിലവിൽ 21 പേർക്കധികം ബാധിച്ചു കഴിഞ്ഞു. ഈ പകർച്ചവ്യാധികൾ പ്രത്യേകിച്ച് തലസ്ഥാനത്ത് വലിയ രീതിയിൽ വ്യാപിക്കുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ ചെറിയ മഴ, അതായത് വടക്കൻ ജില്ലകളിൽ വലിയ രീതിയിൽ മഴ കനക്കുന്നു. റെഡ് അലർട്ട് നിലനിൽക്കുന്നു. ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകുന്നൊരു സാഹചര്യം. പക്ഷേ ഇങ്ങോട്ട് തെക്കൻ കേരളത്തിൽ ആ മഴ എത്തിയിട്ടില്ല എങ്കിൽ പോലും ചെറിയ മഴയിൽ തന്നെ വലിയ ദുരിതത്തിലേക്കാണ് ഈ തുടക്കത്തിൽ തന്നെ പോകുന്നത്. കിഴക്കേക്കോട്ട പ്രദേശം ഒരു ചെറിയ മഴയിൽ, അരമണിക്കൂർ പെയ്തൊരു മഴയിൽ മുങ്ങിപ്പോകുന്നത് നമ്മൾ കണ്ടതാണ്. മാലിന്യങ്ങൾ വന്നടിയുന്നത് കണ്ടതാണ്. അതിനുശേഷവും ആ പ്രശ്നം പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടില്ല എന്ന് തന്നെയാണോ? ഒരു മഴ ശക്തമായി പെയ്താൽ വീണ്ടും ഈ പ്രദേശങ്ങളൊക്കെ വെള്ളത്തിനടിയിൽ പോകുന്ന അവസ്ഥ തന്നെയാണ് ഇപ്പോഴും എന്നതാണോ അവിടെ നിൽക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്? തീർച്ചയായും മനു, അത് തന്നെയാണ്. നമുക്കറിയാം, ഈ ഈസ്റ്റ്കോട്ട് പഴവങ്ങാടിക്ക് അപ്പുറമാണ് ആമഴിച്ചാന്തോടിൻ്റെ ഭാഗം വരുന്നത്. ആ ഭാഗത്തു നിന്നാണ് അന്ന് ചെറിയൊരു മഴയുണ്ടായപ്പോൾ വലിയ വെള്ളക്കെട്ട് ഉണ്ടായത്. അതുപോലെ സമാനമായ ഒരു മഴ ഇനിയും ഉണ്ടായാൽ തീർച്ചയായും മനു പറഞ്ഞതുപോലെ തന്നെ മഴക്കാലപൂർവ്വ ശുചീകരണം എന്നൊക്കെ പറഞ്ഞ കോർപ്പറേഷൻ പല ഇത് നടത്തുന്നുണ്ട്. എങ്കിലും അതൊക്കെ പേരിൽ മാത്രം ഒതുങ്ങിപ്പോകുന്ന ഒരു കാഴ്ച തന്നെയാണ് തിരുവനന്തപുരത്തെ സംബന്ധിച്ച് ഇപ്പോഴും നിലനിൽക്കുന്നത്. ഇച്ചിരി ചെറിയ മഴയുണ്ടായിരിപ്പോൾ ഈ നമ്മൾ നിൽക്കുന്ന ഈ കിഴക്കേക്കോട്ടയും പഴവങ്ങാടിയും ഉൾപ്പെടുന്നയുള്ള പ്രദേശങ്ങൾ മുട്ടോളം വെള്ളം എത്തുന്ന വലിയ ഒരു ദുരിതത്തിലാവുന്ന അവസ്ഥ തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. അതിൻ്റെ നേർചിത്രങ്ങൾ കൂടിയാണ് നാം കഴിഞ്ഞ ദിവസങ്ങളിലും കണ്ടത്. അതിൻ്റെ ബാക്കി പത്രം നാം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുറച്ച് കഴിയുമ്പോൾ പ്രേക്ഷകർക്ക് മറ്റൊരു തിരുവനന്തപുരത്തിൻ്റെ പല ഭാഗങ്ങളിലും പട്ടം, പ്ലാമൂട് ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ നടവഴിയിൽ ആൾക്കാർ, ഒട്ടേറെ കുടുംബങ്ങൾ താമസിക്കുന്ന നടവഴികളിലാണ് ഈ ആറ്റിലും മറ്റും ഒഴിഞ്ഞുകൂടിയിരിക്കുന്ന വേസ്റ്റുകൾ പറക്കി വെച്ചിരിക്കുന്നത്. ഈ മാലിന്യത്തിനിടയിൽ കൂടിയാണ് ഈ കാണുന്ന ജനങ്ങൾ നടന്നു പോകുന്നത്. അവർ തന്നെ ഇന്നലെ നമ്മളുമായി പങ്കുവച്ചതാണ് ഈ ദുർഗന്ധത്തിൻ്റെയൊക്കെ അവസ്ഥ. വലിയ നേരത്തെ പറഞ്ഞതുപോലെ പകർച്ചവ്യാധികളും മാരകമായ രോഗങ്ങളും പിടിപെടുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോഴും അധികൃതരുടെ ഭാഗത്തു നിന്ന് ഈ തരത്തിലുള്ള അനാസ്ഥ തന്നെയാണ് തലസ്ഥാനത്ത് ഇപ്പോഴും നിലനിൽക്കുന്നത്. പ്രധാന പ്രശ്നം ഈ പറഞ്ഞതുപോലെ മഴ കൂടുന്നതോടുകൂടി ആറ്റിലെയും മറ്റ് തോട്ടിലെയും വെള്ളങ്ങൾ ഒഴുകുന്നു. അപ്പോൾ ഈ വെള്ളത്തിന് കൃത്യമായി ഒഴുകി പോകാതെ ഈ വേസ്റ്റുകൾ, മാലിന്യങ്ങൾ തടസ്സം സൃഷ്ടിക്കുന്നു എന്നൊരു വലിയ ഗുരുതരമായ വീഴ്ച ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെയാണ് വസ്തുത. പറഞ്ഞതുപോലെ തന്നെ അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഈ പറയുന്ന തിരുവനന്തപുരത്ത് നഗരത്തിൻ്റെ പല ഭാഗങ്ങളിലും ഡ്രെയിനേജ് സംവിധാനം ഇപ്പോഴും വ്യവസ്ഥാപിതമായി പ്രവർത്തിക്കുന്നില്ല, അല്ലെങ്കിൽ അതിൻ്റെ പാഴ്ചകൾ വ്യക്തമാണ്. അത്തരത്തിൽ ചെറിയ ഒരു മഴ പെയ്യുമ്പോൾ തന്നെ ഇവിടെ വെള്ളം കെട്ടുന്ന ഒരു അവസ്ഥ തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. മനു, ശരി, ഏതായാലും അത് വളരെ ഗൗരവതരമായ പ്രശ്നമാണ്. ഇപ്പോൾ തിരുവനന്തപുരത്തൊക്കെ മഴ പെയ്യുമ്പോൾ ഈ മഴ ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെയാണ് ഒരു ചെറിയ മഴ പെയ്താൽ വലിയ വെള്ളപ്പൊക്കം രൂപപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്.
വേസ്റ്റ് ഇങ്ങനെ അടിഞ്ഞുകൂടി കിടക്കുകയാണെന്ന്. ഇപ്പോൾ നൗഫൽ നമ്മളോട് സംസാരിച്ച ആ പ്രദേശമില്ലേ, ഈ പറയുന്ന കിഴക്കേക്കോട്ട എന്ന് പറയുന്ന പഴവങ്ങാടി, ഇപ്പോൾ അവിടെ വെള്ളമൊന്നുമില്ല. പക്ഷേ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഒരു ചെറിയ മഴ പെയ്തതിനു ശേഷം നിങ്ങൾ വെറുതെ അതിലെ ഒന്ന് നടന്നാൽ മതി, അപ്പോൾ കാണാൻ കഴിയും മുട്ടൊപ്പം വെള്ളമായിരിക്കും. വെള്ളമെന്ന് പറഞ്ഞാൽ മാലിന്യം ഇങ്ങനെ കുന്നുകൂടി കിടക്കുന്ന വെള്ളമാണ്. എന്തായാലും തിരുവനന്തപുരം നഗരത്തിലെ മാലിന്യ പ്രശ്നം അത് അതീവ രൂക്ഷമായി മാറുകയാണ്. ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, കഴിഞ്ഞ 10 വർഷം തിരുവനന്തപുരം നഗരത്തിൽ ഇങ്ങനൊരു പ്രശ്നം അനുഭവിച്ചതേ ഇല്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മഴ വരുന്നതിന് മുൻപ് ഈ പറയുന്ന മഴക്കാല മുന്നൊരുക്കങ്ങൾ വളരെ കൃത്യമായി നടക്കും. ഈ ചെറിയ വെള്ളക്കെട്ടുകളൊക്കെ ഉണ്ടാകാറുണ്ട്, അത് സ്വാഭാവികമായും ഏത് നഗരത്തിലും സംഭവിക്കുന്നതാണ്. പക്ഷേ ഒരിക്കലും ഇതുപോലെ മാലിന്യങ്ങൾ വന്നടിഞ്ഞ് മനുഷ്യന് പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യം തിരുവനന്തപുരം നഗരത്തിൽ അങ്ങനെ സംഭവിക്കാറില്ല എന്നതാണ് യാഥാർത്ഥ്യം. പക്ഷേ ഇതാ പുതിയ ഭരണസമിതി അധികാരമേറ്റ് മാസങ്ങൾക്കുള്ളിൽ മഴയെത്തുമ്പോൾ കൃത്യമായ മുന്നൊരുക്കം പാലിക്കാനോ കൃത്യമായ നടപടികൾ സ്വീകരിക്കാനോ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അതിന്റെ ഫലം എന്താണ്? നഗരവാസികൾക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാകുന്നു.